നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കാനാണ് കേട്ടോ. വലിയ ഹെൽത്തി ആണെന്നൊന്നും പറയുന്നില്ല, എന്നാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. ഇവിടുന്ന് കുഞ്ഞുമണീസിന് 2 പേർക്കും അവധിയാണ്. സാറ്റർഡേ പൊതുവേ വലിയ ആൾക്ക് അവധിയാണ്, കൊച്ചാൾക്ക് 11:45 വരെ ക്ലാസ് ഉള്ളതാണ്. പക്ഷെ ഇന്ന് ആൾക്കും ഇവിടെ അവധിയാണ്, കാരണം ഇവിടെ കന്നഡ ജയന്തിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇന്ന് അവർക്ക് ലീവാണ്. അപ്പോൾ രാവിലെ ഇങ്ങനെ എന്തുണ്ടാക്കും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇടിയപ്പം വേണമെന്ന്. പക്ഷെ ഇടിയപ്പത്തിനുള്ള മാവില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് എന്താ പാസ്ത ഇരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ക്യാൻറ്റീനിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാസ്ത വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പാസ്ത ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോഴായിട്ട് കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ വൈറ്റ് സോസ് പാസ്ത ഇല്ലേ നമ്മുടെ, അപ്പൊ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കാണുമ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതൊന്ന് ഉണ്ടാക്കണം എന്ന്. അപ്പോൾ പാസ്ത ഇരിപ്പുണ്ടല്ലോ, അപ്പൊ പെട്ടെന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് അതാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ദേ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് കുഞ്ഞുമണി സാധി കണ്ടപ്പോൾ ഇതിന്റെ ടേസ്റ്റ് കാണില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം അധികം മസാലയൊന്നും അങ്ങനെ ഇടുന്നില്ലല്ലോ, സീസണിങ്ങും കാര്യങ്ങളും ഓർഗാനും ഒക്കെ ഇട്ടിട്ടുള്ളതല്ലേ. പിന്നെ മെയിൻ ആയിട്ട് ബട്ടറിലും ചീസിലും ഒക്കെയാണ് ഈ സോസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു ടേസ്റ്റും ഫ്ലേവറും റിച്ച്നെസ്സും ഒക്കെ ഉള്ളൊരു സൂപ്പർ ഡൂപ്പർ എന്ന് പറയാം. നമ്മൾ ടേസ്റ്റ് ചെയ്തില്ല. ഒരു പാസ്തയാണ് ഇന്ന് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അപ്പൊ ഇതിന്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുമോ? കമന്റ് ഇട്ടാലും ഇട്ടില്ലേലും ഞാൻ ഇതിനൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഞാൻ എങ്ങനെയാണ് ഈ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിയത് എന്നുള്ളത്, ആ സോസ് എങ്ങനെ വൈറ്റ് സോസ് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതിന് ഒരു വീഡിയോ ഇട്ട് തരാം കേട്ടോ. ഈസിയാണ്, നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. അതേപോലെ ഇല്ലാതെ വരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒറിഗാനോ ആയിരിക്കും എപ്പോഴും എല്ലാവരുടെ വീട്ടിൽ ഇല്ലാത്തത്. ഇപ്പൊ പിന്നെ എല്ലാവരുടെ വീട്ടിൽ കാണും കേട്ടോ. അപ്പൊ അത് മാത്രമാണ് എക്സ്ട്രാ വരുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇറ്റാലിയൻ ഫുഡായ പാസ്ത, വൈറ്റ് സോസ് പാസ്ത. അപ്പൊ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ നമ്മള് ദേ എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് എടുക്കുകയാണേ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ, ഞാൻ ഉണ്ടെന്ന് പറയാമേ. നല്ല ചൂടാണ് കേട്ടോ. സൂപ്പറാണ് കേട്ടോ, സൂപ്പർ സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പൊ അടിപൊളി സാധനമാണ്. ഇതിന്റെ റെസിപ്പി എന്താണെന്നുള്ളത് ഞാൻ ഉടനെ ഒരു വീഡിയോ ഇടാമേ. സൂപ്പറാണ് കേട്ടോ, ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ പിന്നെ ഞാനിപ്പോ ഉണ്ടാക്കിയതിൽ വലുതായിട്ട് ക്രീമി നിങ്ങൾക്ക് തോന്നുന്നില്ലായിരിക്കും, പക്ഷെ നല്ല റിച്ച് ആയിട്ട് നമ്മുടെ ബട്ടറും നമ്മുടെ ചീസും ഒക്കെ ഇട്ടൊരു സാധനമാണ് കേട്ടോ. അപ്പൊ ക്രീമി ആയിട്ട് ഒരുപാട് നല്ല ഇങ്ങനെ ഒഴുകി പോലൊക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി കൂട്ടിയെടുത്താൽ മതി. അപ്പൊ ഞാൻ റെസിപ്പി ഇടുന്ന സമയത്ത് അത് എന്താണെന്നുള്ളത്, അതെങ്ങനെ കൂട്ടിയെടുക്കാന്നുള്ളതും ഒക്കെ പറഞ്ഞു തരാമേ. അപ്പൊ മറക്കാതെ എന്നും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമേ. ബൈ.